ശ്രീ ജയചന്ദ്രൻ, പൂർണ്ണമായ സത്യം പുറത്തു വരട്ടെ എന്ന ക്ഷമയോടെ കാത്തിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. RSSുമായുള്ള ബന്ധത്തിന്റെ ADGPക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ ഇത്ര ക്ഷമ CPMനുണ്ടാകുമ്പോൾ അതിലൊരു അസ്വാഭാവികത പൊതുവെ കാണുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂനപക്ഷം കൂടി കാണുന്നു എന്നുള്ളത് CPMനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ. കാരണം അൻവർ ഇപ്പോൾ അതിലാണ് ഒന്നത്, അതിൽ മാത്രമാണ് ഊന്നുന്നത്. അതെ, ഇതിലെ ഇത്തരം ആരോപണങ്ങൾ ഇത് രാഷ്ട്രീയ ആരോപണമാണല്ലോ. ഈ രാഷ്ട്രീയമായ വിമർശനത്തിന് മുൻപും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നും മുഖ്യമന്ത്രിയോ പാർട്ടിയോ അതിന് മറുപടി പറഞ്ഞത് കേരള സമൂഹം കേട്ടിട്ടില്ല. പ്രത്യേകിച്ചും പറഞ്ഞാൽ 2018 ഡിസംബർ 1 മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് യൂത്ത് ലീഗിൻ്റെ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത് ലോക്നാഥ് ബെഹ്റയെ DGP ആക്കിയത് നരേന്ദ്രമോദിയുടെ ആവശ്യപ്രകാരമാണ് പിണറായി വിജയൻ 2016 അധികാരത്തിൽ വന്ന് ഉടനെ ആക്കിയത്. താൻ അങ്ങനെ പറയാൻ കാരണം മുല്ലപ്പള്ളി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ കണ്ടിരുന്നു. 2004 ഇസ്രത് ജഹാൻ കേസിൽ മോദിയെയും അമിത്ഷായെയും കുറ്റവിമുക്തരാക്കിയതിന് അന്ന് NIA തലവനായിരുന്ന ബെഹ്റയാണ് ചെയ്തത്. അതിൻ്റെ പ്രത്യുപകാരമായിട്ട് ബെഹ്റയ്ക്ക് കൊടുക്കാൻ ഈ പോസ്റ്റാണ് ആവശ്യപ്പെട്ടത് മോദി. അത് പിണറായി ചെയ്തു. ഇതായിരുന്നു ആരോപണം. അതിന് മുഖ്യമന്ത്രിയോ പാർട്ടിയോ മറുപടി പറയാൻ വന്നില്ല. കാരണം ഈ ഇസ്രത് ജഹാൻ കേസിൽ ആദ്യം ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു SIT ആണ് തീരുമാനിക്കുന്നത്. പിന്നീട് പ്രാണേഷ് പിള്ള എന്ന പിന്നീട് ജാവേദായല്ലോ, അയാൾ മാവേലിക്കരക്കാരനാണ്, ആലപ്പുഴ ജില്ലയിൽ. അയാളുടെ അച്ഛൻ കേസ് കൊടുത്തിട്ടാണ് CBI അന്വേഷണം വരുന്നത്. അതായത് ഇസ്രത് ജഹാൻ കേസിൽ SITയും CBIയും മാത്രമേ അന്വേഷിച്ചിട്ടുള്ളൂ. NIA അന്വേഷിച്ചിട്ടില്ല ആ കേസ്. പക്ഷേ താൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആയിരുന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് അന്നത്തെ KPCC അധ്യക്ഷനായ മുല്ലപ്പള്ളി അങ്ങ് പറയുകയാണ് പരസ്യമായി ഒരു യൂത്ത് ലീഗിൻ്റെ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട്. അത് ചർച്ച ചെയ്തില്ലേ വളരെ വ്യാപകമായിട്ട്? അതാണ് അന്തർധാര. CPMഉം മോദി സർക്കാരുമായിട്ടുള്ള അന്തർധാരയുടെ ഭാഗമാണ് ബെഹ്റ ഇവിടെ DGP ആയി ഇരിക്കുന്നത് എന്നാണല്ലോ അന്ന് മുഴുവൻ വ്യാപകമായി പ്രചരിപ്പിച്ചത്. അതിന് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയോ CPIM സ്റ്റേറ്റ് കമ്മിറ്റിയോ സെക്രട്ടറിയോ ഒന്നും മറുപടി പറയാൻ വന്നിട്ടില്ല. അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റൊരു തരത്തിലാണ് ഇപ്പോഴത്തെ ഈ ആരോപണം കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ഈ ആരോപണം അൻവർ ഇത് മാത്രമാണ് പറയുന്നത് താങ്കൾ പറഞ്ഞല്ലോ. ഒരു സംശയമാണ്. ഇപ്പോഴത്തെ ആരോപണത്തിന്റെ പശ്ചാത്തലം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. തൃശ്ശൂരിൽ അവിടെ ജയിച്ചു എന്നുള്ളതാണ്. ഏതാണ്? തൃശ്ശൂരിൽ BJP ജയിച്ചു എന്നുള്ളതാണ്. പൂരം കലക്കപ്പെട്ടു എന്നുള്ളതാണ്. അതെ, ഞാനതാണല്ലോ ശരി, അതാണല്ലോ അതാണ് ഞാൻ പറയുന്നത്. സെപ്റ്റംബർ 4 VD സതീശൻ ഇത് ഉന്നയിക്കുന്നത്. ഇതൊരു ആരോപണമായി ഉന്നയിക്കുന്നത് സെപ്റ്റംബർ മാസം 4 തീയതിയാണ്. പിറ്റേന്ന് 5 തീയതി അൻവർ പറഞ്ഞല്ലോ. അൻവർ 20ഓളം പത്രസമ്മേളനം നടത്തിയതിനെക്കുറിച്ച് ചർച്ചകളെല്ലാം എല്ലാവരും പറയാറുണ്ട്. പിറ്റേ ദിവസം അൻവർ എന്താ പറഞ്ഞത്? ഇദ്ദേഹം VD സതീശനും ADGPയും RSSും കൂടെയാണ് ഇത് പ്ലാൻ ചെയ്തത്. അത് താൻ പറയാനിരിക്കുകയായിരുന്നു. ഇത് മണത്തറിഞ്ഞിട്ടാണ് തലേ ദിവസമേ ഇദ്ദേഹം പറഞ്ഞത്. ആര്? VD സതീശൻ ഇത് പറഞ്ഞത്. ഇത് മറ്റാരുമല്ല, PV അൻവർ MLA തന്നെയാണ് പറഞ്ഞത്. 5 തീയതി, സെപ്റ്റംബർ 5 തീയതി അതുണ്ടേ. അത് നിൽക്കുകയാണ്, സത്യാവസ്ഥയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതങ്ങ് മാഞ്ഞു പോയിട്ടില്ലല്ലോ. തലേ ദിവസം VD സതീശൻ അതുകൊണ്ടാണ് ഇത് വെടി പൊട്ടിച്ചത്, താൻ പറയാൻ പോകുന്നതുകൊണ്ടാണ്. അതെന്താണ് ഇപ്പോൾ അൻവർ ഓർക്കാത്തതും പറയാത്തതും? പല കാര്യങ്ങളുണ്ട്. ഇതുപോലെ അൻവർ പരസ്പര വൈരുദ്ധ്യത്തോടെ പറയുന്ന മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. കോടിയേരിയെ പിടിച്ച് വലിച്ചഴച്ചല്ലോ ഇന്നലെ. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നിട്ട് അതിനോടൊപ്പം തന്നെ പറയുകയാണ് 2018 സുപ്രീം കോടതി വിധി വന്നതിനെ തുടർന്ന് ശബരിമല ഇഷ്യൂ ഞാൻ എത്ര കത്തയച്ചു, പാർട്ടി സെക്രട്ടറിയോട് ഞാൻ നേരിട്ട് പറഞ്ഞു. അന്നാരാണ് പാർട്ടി സെക്രട്ടറി? ആർക്കും അറിയാത്തതല്ലോ കോടിയേരിയാണെന്ന് പാർട്ടി സെക്രട്ടറി എന്നുള്ളത്. അപ്പോൾ അതിന് പ്രശ്നമല്ല. പക്ഷേ പാർട്ടി അത് ചെയ്തില്ല, ഗവൺമെൻറ് അത് ചെയ്തില്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ല. തൊട്ട് മുൻപ് പറയുന്നതാണിത്. കോടിയേരി ഉണ്ടായിരുന്നത് സംഭവിക്കില്ല. എന്നിട്ട് പാർട്ടി സെക്രട്ടറിക്ക് ഇങ്ങനെ കത്ത് കൊടുത്തു ശബരിമല വിഷയത്തിൽ. ഇതാണ് പറയുന്നത്. അതിനുശേഷമാണിപ്പോൾ ഞാനീ പറഞ്ഞത്. സെപ്റ്റംബർ 4 ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. 5 തീയതി ഞാനിത് ഇന്ന് പറയാനിരുന്നതാണ്, അദ്ദേഹം അത് ഇന്നലെ പറഞ്ഞു. ഇതാണല്ലോ പറയുന്നത്. ഇതാണ് അതിൻ്റെ അകത്തെ സംഗതി. VD സതീശൻ പറഞ്ഞു എന്നതിന്റെ പോയിന്റ് എന്താണ്? എനിക്ക് യാതൊരു പോയിന്റ് ഉന്നയിക്കാനില്ല. എനിക്ക് ക്ലെയിം ഇല്ലല്ലോ ഇക്കാര്യത്തിൽ. താങ്കളല്ലേ ചോദിച്ചത് ഇങ്ങനെ പറഞ്ഞോളൂ. എനിക്ക് അതിൻ്റെ അകത്ത് ക്ലെയിം ഇല്ല, പോയിന്റും ഇല്ല. ഇത് 4 തീയതി VD സതീശൻ പറഞ്ഞു, 5 തീയതി അൻവർ ഇങ്ങനെ പറഞ്ഞു. ഇത് രണ്ടും കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്.
പോയിന്റ് കണ്ടെത്തുന്നവർ കണ്ടെത്താം. എനിക്ക് നമ്മുടെ കേരള സമൂഹത്തിന്റെ മുന്നിൽ ശ്രീ ജയേന്ദ്രൻ, നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ RSS മായി കൂടിക്കാഴ്ച നടത്തുകയാണെന്ന ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെ CPM നേതാക്കൾ അതിനോട് പ്രതികരിക്കും എന്നുള്ള മുൻ ചരിത്രം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്നുള്ളതും കേരളീയ സമൂഹത്തിന് മുന്നിലുണ്ട്. ഇത്രയൊക്കെ വിവാദമുണ്ടായിട്ടും ഇപ്പോൾ കോൺഗ്രസ് ആയാലും ഇപ്പുറത്ത് CPI ആയാലും ആവർത്തിച്ചുന്നയിച്ചിട്ടും അതിന്മേലൊരു രാഷ്ട്രീയ പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയിൽ നിന്നോ വരുന്നില്ല എന്നുള്ളതും ജനത്തിൻ്റെ മുന്നിലുള്ളതാണ്. അവിടെയാണ് സംശയം. അതെ, ആ സംശയം ഇരിക്കെ തന്നെ ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങോട്ട് ഇതുപോലൊരു ചർച്ചയിൽ 2 ആഴ്ച മുമ്പാണ്, 2 ആഴ്ച ആയിട്ടുണ്ടാവില്ല, ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു അൻവർ ഇങ്ങനെ ഉന്നയിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ അറിവിൽ വിശ്വസനീയമായി ഞാൻ അറിഞ്ഞത് വെച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ 28% വരുന്ന മുസ്ലിം ജനസാമാന്യത്തിന് അവർക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്ന് തിക്താനുഭവങ്ങൾ കൂടുതലുണ്ട്. ഒരുതരം ഇസ്ലാമോഫോബിക്കായിട്ടുള്ള നിലപാട് തന്നെ പോലീസ് പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അൻവർ കരുതുന്നത് എന്നാണ് ഞാൻ അങ്ങനെയാണ് അറിയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അന്നേരം സ്മൃതി ആ സമയത്ത് എന്നോട് ചോദിച്ചത്, എന്താണ് താങ്കൾ അങ്ങനെ അത് അത്ര കുറച്ച് കാണുന്നത്, അതാണോ വസ്തുത, ഞാൻ അങ്ങനെ കുറച്ച് കാണുന്നത് ശരിയാണോ എന്നാണ് എന്നോട് ചോദിച്ചത്. പക്ഷേ ഇന്നലെ അൻവർ പറഞ്ഞത് എന്താ? ഞാൻ അന്ന് പറഞ്ഞ അതേ അഭിപ്രായം ഇന്നലെ അൻവർ പറയുകയാണല്ലോ. അതാണ് പ്രശ്നമെന്നുള്ളത്. ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമാണ് താൻ ഉന്നയിക്കുന്നതെന്ന് നേരെ അങ്ങ് പറയുകയാണല്ലോ. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ താങ്കളും പറഞ്ഞു അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നുള്ളതല്ല സ്മൃതി എന്നോട് ചോദിച്ചത്. ഞാൻ ഇതേ വാചകമാണ് പറഞ്ഞത്. അതവിടെ ഉണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞ വാചകം ഇതേ അവിടെ ഉണ്ടല്ലോ. മലപ്പുറം കേന്ദ്രീകരിച്ച് മലപ്പുറം ഈ സ്വർണ്ണക്കടത്തുകാരുടെ ഒരു കേന്ദ്രമാണ് എന്ന രൂപത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ പ്രതികരണം വരുമ്പോൾ അത് ശരിയായ സമീപനമല്ല. അത് പറയുമ്പോൾ വേറെ രൂപത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ അപ്പോൾ അൻവർ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ എടുത്ത നിലപാട് എന്താണെന്നുള്ളതിന് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ അന്ന് പറഞ്ഞത്. അത് പിന്നീട് ശരിയായി തന്നെ വരികയാണെന്നാണ് ഞാൻ കണ്ടത്. ആ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുതന്നെയാണ് അൻവർ ഇപ്പോൾ പറയുന്നത്. മുസ്ലിം പോപ്പുലേഷൻ്റെ കാര്യമാണ്. സത്യമാണ് സ്മൃതി, അത് ഈ അൻവർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിഷേധിക്കേണ്ട ഒരു വസ്തുതയൊന്നുമല്ല. അക്കാര്യത്തിൽ ചില വസ്തുതകൾ ഉണ്ട് എന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നുണ്ട്. അൻവർ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. മറ്റേ റിദാൻ്റെ പ്രശ്നം, റിദാൻ്റെ വധം, കൊല, മാമി കാണാതായത്, പൊന്നാനിലെ അതിജീവിത, ഏതാ അത് തന്നെ മാമി തിരോധാനം. ഹലോ, മാമി തിരോധാനം പറഞ്ഞോളൂ. അതെ, ഞാൻ പറഞ്ഞത് മാമി തിരോധാനം, പൊന്നാനിലെ അതിജീവിതയുടെ പ്രശ്നം, ഇങ്ങനെ അൻവർ പറയുന്ന പ്രശ്നങ്ങൾ കാലിക പ്രശ്നങ്ങളാണെങ്കിലും അത് ഞാൻ പറഞ്ഞ അൻവർ ഇന്ന് വ്യക്തമാക്കിയ ആ ഒരു നിലപാടിനോട് പൊതുവിൽ യോജിക്കുന്നതാണ്. പൊതുവിൽ. പക്ഷേ അതിന് സൂക്ഷ്മതലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. ഈ പറയുന്ന പ്രശ്നങ്ങൾ പൊതുവിൽ യോജിക്കുന്നത് തന്നെയാണ്. ഈ ഈ ഇസ്ലാം മതവിഭാഗക്കാരെ ഒരു തരത്തിൽ വ്യത്യസ്തമായ നിലയിൽ ആഭ്യന്തര വകുപ്പ് സമീപിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് പൊതുവിൽ അങ്ങനത്തെ പ്രശ്നം പല കാര്യങ്ങളും അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് നിഷേധിക്കാൻ കഴിയാത്ത വിധം വസ്തുതയാണ് എന്നുള്ളത് തന്നെയാണ് ഞാനും പറയുന്നത്. ആ ഒരു പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പൊതുവായി അൻവർ മറ്റ് കാര്യങ്ങൾ തീവ്രവാദ സ്വഭാവത്തിലുള്ള വർത്തമാനം അൻവർ പറയുന്നുണ്ടോ എന്നൊക്കെയുള്ളത് വേറെ പരിശോധിക്കേണ്ട കാര്യമാണ്. അത് മറ്റേ ഈ നമ്മൾ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഗണത്തിൽ വരുന്നതൊക്കെയുള്ള വേറെ ചർച്ചയാണ്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. അതിൻ്റെ ഘട്ടമല്ലല്ലോ ഇപ്പോൾ. പക്ഷേ അൻവർ പറയുന്നത് ശരിയും തെറ്റുമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ശരി മാത്രമല്ല, തെറ്റും അദ്ദേഹം പറയുന്നുണ്ട്. ശരി, അത് അൻവറിൻ്റെ മാത്രം ആരോപണമല്ല. ഈ മലപ്പുറം ജില്ലയിൽ കേസുകൾ പോലീസ് ഉണ്ടാക്കിയെടുക്കുന്നു, അതായത് ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ആ രൂപത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്നു എന്നുള്ളതാണ് അൻവർ പറയുന്നത്. ആ രൂപത്തിലുള്ള പരാതി നേരത്തെ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അടക്കം അവിടെ CPM തന്നെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്.